നമ്മൾ പണ്ട് കാലം മുതൽക്കേ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാം. ഒരു തുള്ളി പാല് പോലും പാമ്പ് കുടിക്കില്ല, കാരണം പാല് പാമ്പിനെ ദഹിക്കില്ല. എന്നിട്ടും എന്തിനാണ് പാമ്പിന്റെ പുറ്റുകളിൽ പാലൊഴിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണ് വീടുകളെല്ലാം അടുത്തടുത്തുള്ളത്. പണ്ട് കാലങ്ങളിൽ 1 കിലോമീറ്ററൊക്കെ അകലെയായിരിക്കും ഓരോ വീടുകൾ ഉണ്ടാവുക, അതും കുടിലുകളായിരിക്കും. ഒരു തീപ്പെട്ടി വാങ്ങണമെങ്കിൽ പോലും ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് അയൽ വീട്ടിൽ പോയി വാങ്ങി വരണം. ഈ 2 വീടുകൾ തമ്മിലുള്ള ദൂരം കാടായിരിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ആക്സിഡൻസിലൂടെയാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ധാരാളം പേർ മരണപ്പെട്ടിരുന്നത് പാമ്പ് കടിയേറ്റാണ്. പാമ്പുകളുടെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ചില സീസണിൽ പാമ്പിന്റെ പുറ്റിൽ പാലൊഴിക്കുന്നത്. ഒരു സീസണിൽ പെൺപാമ്പുകളിൽ നിന്നും ഒരു പ്രത്യേക സ്മെല്ല് വരും. ആൺപാമ്പുകൾ കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നു വരെ ഈ സ്മെൽ പിന്തുടർന്നു വരും. പെൺപാമ്പുകളുടെ ശരീരത്തിൽ നിന്നും വരുന്ന സ്മെല്ലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പുറ്റുകളിൽ പാലൊഴിക്കുന്നത്. പാൽ ശരീരത്തിൽ പെടുമ്പോൾ ആ സ്മെൽ ഇല്ലാതെയാകും. അതുവഴി പാമ്പുകളുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാം. പാമ്പിന്റെ ശരീരത്തിൽ നിന്നും വരുന്ന സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് പാലിന് മാത്രമേ ഉള്ളൂ. ചില വീടുകളിലും കടകളിലുമൊക്കെ ദൃഷ്ടിക്കയർ തൂക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ദൃഷ്ടിക്കയറിൽ എന്തെല്ലാമാണ് കെട്ടിയിരിക്കുന്നതെന്നും ഇത് എന്തിനു വേണ്ടിയാണ് തൂക്കിയിരിക്കുന്നതെന്നും നിങ്ങൾക്കറിയാമോ? പച്ചമുളക്, അതിന് താഴെ നാരങ്ങ, അതിനുശേഷം ചീമക്കാര എന്ന ഒരു കല്ല്, ചിലപ്പോൾ ശംഖ് അല്ലെങ്കിൽ ചിരട്ട, അവസാനം ആണിയോ കത്തിയോ ബ്ലേഡോ, അങ്ങനെ എന്തെങ്കിലും ഒന്നും കൂടി ചേർത്താണ് ദൃഷ്ടിക്കയർ കെട്ടി തൂക്കുക. അക്കാലത്ത് ഒരാളെ പാമ്പ് കടിച്ചാൽ അദ്ദേഹത്തെ വൈദ്യന്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ പല മൈലുകൾ സഞ്ചരിക്കേണ്ടി വരും. സോ ഈ ദൃഷ്ടിക്കയർ അന്ന് കാലത്ത് പാമ്പ് കടി ഏൽക്കുന്നവരുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിരുന്നു. ഇതെങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് ആകുന്നതെന്ന് നോക്കാം. ദൃഷ്ടിക്കയറിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റ് ആയ കത്തിയോ ആണിയോ ഉപയോഗിച്ച് പാമ്പ് കടിയേറ്റ സ്ഥലം കീറും. അപ്പോൾ മാത്രമാണ് വിഷം കലർന്ന രക്തം വെളിയിലേക്ക് വരിക. രണ്ടാമതായി അതിൽ കെട്ടിയിരിക്കുന്ന കല്ല് ഒരു ആന്റിസെപ്റ്റിക് ആണ്, ഡെറ്റോൾ പോലെ. അത് തേച്ച് പാമ്പ് കടിയേറ്റ സ്ഥലം ക്ലീൻ ചെയ്യും. അതിനുശേഷം ചിരട്ടയോ ശംഖോ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പച്ചില മരുന്ന് അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷമാണ് ദൃഷ്ടിക്കയറിലെ പച്ചമുളകിന്റെയും നാരങ്ങയുടെയും ഉപയോഗം. പാമ്പ് കടിയേറ്റ ആൾക്ക് പച്ചമുളക് കടിക്കാൻ കൊടുക്കും. അതിന് എരിവിന് പകരം മധുരം പോലെ തോന്നിയാൽ അയാളുടെ തലച്ചോറിൽ വരെ വിഷം കയറിയിട്ടുണ്ട്, രക്ഷിക്കാനാവില്ല എന്നാണ് അർത്ഥം. ഇത് ഒന്നുകൂടി ഉറപ്പിക്കാനായി നാരങ്ങയും നൽകി നോക്കും. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം കെട്ടിയിരിക്കുന്ന ഒരു കറുത്ത കയറുണ്ടാകും. ആ കയർ കൊണ്ട് പാമ്പ് കടിയേറ്റതിന്റെ തൊട്ടുമുകളിലായി കെട്ടും. ഇതുമൂലം ഒരു പരിധി വരെ വിഷം ശരീരം മുഴുവൻ വ്യാപിക്കുന്നതിൽ നിന്നും തടയാം. ഈ ഫസ്റ്റ് എയ്ഡ് എല്ലാം നൽകിയ ശേഷം പാമ്പ് കടിയേറ്റ ആളെ വൈദ്യന്റെ അടുത്തെത്തിക്കും. നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ഷേക്ക് ഹാൻഡ് നൽകാറുണ്ട്. ഈ ഹാൻഡ് ഷേക്ക് എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് അറിയാമോ? പണ്ട് കാലങ്ങളിൽ ഗാങ്സ്റ്റേഴ്സ് അതുപോലെ തന്നെ പൈറേറ്റ്സ് ഒക്കെ പരസ്പരം മീറ്റ് ചെയ്യുമ്പോൾ തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഹാൻഡ് ഷേക്ക് ചെയ്തിരുന്നത്. കൈകൾ ഷേക്ക് ചെയ്യുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ വീഴും. ഹാൻഡ് ഷേക്കിലൂടെ അവരുടെ കയ്യിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ആയുധവുമില്ല എന്ന പ്രോമിസ് കൂടിയായിരുന്നു അത്. ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള കിണറ്റിൽ ചില്ലറ പൈസ ഇടുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം. ഇപ്പോഴാണ് കോയിനുകളൊക്കെ ഇരുമ്പിൽ നിർമ്മിക്കുന്നത്. 400 വർഷങ്ങൾക്ക് മുൻപൊക്കെ കോയിൻ എല്ലാം കോപ്പറിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ മിനറൽ വാട്ടർ വാങ്ങി ഉപയോഗിക്കുന്നു. എന്നാൽ അന്നൊക്കെ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രവും അതിനോട് ചേർന്ന് ഒരു കുളവും ഉണ്ടാകും. ഈ കുളത്തിൽ നിന്നാണ് എല്ലാവരും വെള്ളം ഉപയോഗിക്കുന്നത്. ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം ഓരോ കോപ്പർ കോയിൻ വെള്ളത്തിൽ ഇട്ടിട്ട് പോകും. കോപ്പർ വെള്ളത്തിൽ ഇട്ടാലുള്ള ഗുണം നമുക്കെല്ലാം അറിയാം. അതിന് ധാരാളം മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. കോപ്പർ കോയിൻസ് കിടക്കുന്ന കുളത്തിലെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് ക്ഷേത്രകുളങ്ങളിലും കിണറുകളിലും മറ്റും കോയിൻസ് ഇട്ടിരുന്നത്.